സുഹൃത്തുക്കളെ, ഇന്ന് സോഷ്യൽ മീഡിയയിലുള്ള ഒരു ചർച്ച എന്താണെന്നറിയോ? ഒരാളെ പാസ്പോർട്ട് കൊണ്ട് ഇന്ത്യൻ പൗരനാക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ചർച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ ജെമിനിയോട് ചോദിച്ചിട്ടുണ്ട്. ജെമിനിക്ക് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് നോക്കാം. ഒരു വ്യക്തിയെ നിയമപരമായി ഇന്ത്യൻ പൗരനായി ഇന്ത്യൻ സിറ്റിസൺ കണക്കാക്കുന്നതിലും അത് തെളിയിക്കുന്നതിലും ഈ കാർഡുകൾക്ക് വ്യത്യസ്തമായ സ്ഥാനമാണുള്ളത്. ഇവയിൽ ഏതാണ് പൗരത്വത്തിന്റെ കൃത്യമായ രേഖ എന്ന് താഴെ പറയുന്ന രീതിയിൽ മനസ്സിലാക്കാം. 1. പാസ്പോർട്ട്. ഇന്ത്യൻ പാസ്പോർട്ട്. ഇതാണ് ഏറ്റവും ശക്തമായ പൗരത്വ രേഖ. പാസ്പോർട്ടാണ് യഥാർത്ഥത്തിൽ ഒരാളെ ഇന്ത്യൻ പൗരനാക്കുന്നത്. നമ്മൾ ഏത് രാജ്യത്തിൽ പോയാലും നമ്മൾ ഇന്ന രാജ്യക്കാരനാണെന്ന് കണ്ടുപിടിക്കുന്നത് തന്നെ പാസ്പോർട്ട് വെച്ചിട്ടാണ്. ഒരു വ്യക്തി ഇന്ത്യൻ പൗരനാണെന്നതിന് നിയമപരമായി അന്താരാഷ്ട്ര തലത്തിലും ആഭ്യന്തര തലത്തിലും നൽകാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ തെളിവ് ഇന്ത്യൻ പാസ്പോർട്ടാണ്. ഒരു ഇന്ത്യൻ പൗരന് മാത്രമേ ഭാരത സർക്കാരിന് പാസ്പോർട്ട് അനുവദിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ പൗരത്വത്തിന്റെ നേരിട്ടുള്ള തെളിവാണ്. 2. വോട്ടർ ഐ ഡി. വോട്ടർ ഐ ഡി ഇപിക് പൗരന്മാർക്ക് മാത്രം ലഭിക്കുന്ന രേഖ. ഇന്ത്യയിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണുള്ളത്. അതിനാൽ ഒരു വ്യക്തിയുടെ പൗരത്വം തെളിയിക്കാൻ വോട്ടർ ഐ ഡി കാർഡും ഔദ്യോഗികമായി ഉപയോഗിക്കാറുണ്ട്. എങ്കിലും പാസ്പോർട്ടുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതിന് ചില നിയമപരമായ പരിമിതികൾ ഉണ്ടായേക്കാം. 3. ആധാർ കാർഡ്. ആധാർ കാർഡ് പൗരത്വ രേഖയല്ല. ആധാർ കാർഡ് എന്നത് ഇന്ത്യയിലെ താമസക്കാരുടെ റെസിഡന്റ് വിലാസവും വ്യക്തിത്വവും തെളിയിക്കുന്നതിനുള്ള ഒരു രേഖ മാത്രമാണ്. അത് പൗരത്വത്തിന്റെ തെളിവല്ല. പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് റെസിഡൻസ്, നോട്ട് ഓഫ് സിറ്റിസൺഷിപ്പ്. ഇന്ത്യയിൽ 12 മാസത്തിനിടെ 182 ദിവസത്തിലധികം താമസിച്ചിട്ടുള്ള ഏതൊരു വിദേശിക്കും, അവർ ഇന്ത്യൻ പൗരനല്ലെങ്കിൽ പോലും ആധാർ കാർഡിന് അപേക്ഷിക്കാൻ അർഹതയുണ്ട്. അതിനാൽ ആധാർ കാർഡ് ഉണ്ടെന്നത് കൊണ്ട് മാത്രം ഒരാൾ ഇന്ത്യൻ പൗരനാകുന്നില്ല. ചുരുക്കത്തിൽ, നിങ്ങളെ ഒരു ഇന്ത്യൻ പൗരനായി നിയമപരമായി തെളിയിക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് പാസ്പോർട്ടാണ്. തൊട്ടു പിന്നാലെ വോട്ടർ ഐ ഡിയും ഈ ആവശ്യത്തിന് ഉപയോഗിക്കാം. എന്നാൽ ആധാർ കാർഡ് നിങ്ങളുടെ പൗരത്വം തെളിയിക്കാൻ ഉപയോഗിക്കാൻ കഴിയില്ല. ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടോ? എന്തുകൊണ്ടാണ് പൗരത്വം തെളിയിക്കാൻ പാസ്പോർട്ട് പറ്റില്ല എന്നുള്ളത് ഇപ്പൊ ഒന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രാമന്റെ ക്ഷേത്രത്തിൽ നിങ്ങൾക്കറിയാലോ, രാമന്റെ ക്ഷേത്രത്തിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് അവിടെ നടന്നത്. അപ്പൊ അത് പുറത്തു വന്നപ്പോൾ വലിയ നാണക്കേടുണ്ടായി. അപ്പൊ അതിന്റെ ശ്രദ്ധ തിരിപ്പിക്കാൻ വേണ്ടിയാണ് വീണ്ടും ഇവരെന്ത് ചെയ്യുന്നു, പാസ്പോർട്ട് പോലെയുള്ള ഇന്ത്യൻ പൗരന്റെ ഐഡന്റിറ്റിയെ ഇവരെന്ത് ചെയ്യുന്നു, ഇതൊരു ഇന്ത്യൻ പൗരനാകാനുള്ള ഒരു ഐഡന്റിറ്റി അല്ല എന്നുള്ളത് വരുത്തുന്നത്. അപ്പൊ ചർച്ച വേറെ വഴിക്ക് പോകും. ഇവിടെ രാമന്റെ ക്ഷേത്രം കൊള്ളയടിച്ചതിനെ കുറിച്ച് ഒരു ചർച്ചയുണ്ടാവില്ല, ഒരു ED അന്വേഷണം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മണ്ടന്മാര് നമ്മളാണ്. ഇതാരെയും നമ്മൾ വിമർശിക്കില്ല, നമ്മൾ വന്ന് കാര്യമാണ് പറയുന്നത്. ഇപ്പൊ നോക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ വന്ന് പറയുന്നു ഈ പാസ്പോർട്ട് ഇന്ത്യൻ പൗരനാകാനുള്ള ഒരു രേഖയേ ഇല്ല എന്നുള്ളത്. മെയിൻ രേഖ എന്ന് പറഞ്ഞാൽ പാസ്പോർട്ടാണ്. നമ്മൾ ഏത് രാജ്യത്ത് പോയി ഇറങ്ങിയാലും ശരി. അതെന്തുകൊണ്ട് ഇപ്പൊ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത് വെച്ച് കഴിഞ്ഞാൽ, രാമന്റെ ക്ഷേത്രം കൊള്ളയടിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് പുറത്തു വരാതിരിക്കാൻ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കൊള്ളയടിക്കുന്ന ആളുകൾ മാർക്സിസ്റ്റ് പാർട്ടിയാണെന്നും അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് വെറ്റി തീർക്കുന്ന അതേ വ്യക്തികളുടെ ടീമിലാണ് ഈ രാമന്റെ ക്ഷേത്രം കോടികൾ കൊള്ളയടിക്കുന്നത്. എവിടെയെല്ലാം അഴിമതി നടക്കുന്നോ അവിടെയെല്ലാം വർഗീയത വന്ന് ഇവരുണ്ടാക്കി ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുക എന്നുള്ള ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. അതിൽ നമ്മൾ ജാഗ്രതയായിരിക്കുക. ആര് രാഷ്ട്രീയം നോക്കി വിമർശിക്കേണ്ട, ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് വിമർശിക്കുക.